ജീവനക്കാർക്കുള്ള DA സന്ദേശ വിവാദത്തിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി ഹൈക്കോടതി വിധി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സർക്കാർ ജീവനക്കാർക്ക് സന്ദേശങ്ങൾ അയച്ചതിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. എന്ന് മാത്രമല്ല, DA സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധതയില്ലെന്നും നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമാണതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനും ഹൈക്കോടതി അനുമതി നൽകി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു വിധി വാങ്ങിത്തന്നതിൽ പ്രതിപക്ഷത്തോട് നന്ദി ഉണ്ട് എന്നായിരുന്നു ഇടത് നേതാക്കളുടെ പരിഹാസം. പ്രതിപക്ഷം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടോ? കാണാം RDX റാപ്പ്. സർക്കാർ ജീവനക്കാരുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DA സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധതയില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഭരണനിർവഹണത്തിന്റെ ഭാഗമായി ഇത്തരം സന്ദേശങ്ങൾ അയക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേരിലല്ല സന്ദേശം അയക്കേണ്ടിയിരുന്നത്, കേരള സർക്കാരിന്റെ പേരിൽ അയക്കുന്നതായിരുന്നു ഉചിതം. എന്നാൽ ഇതു സംബന്ധിച്ച ഹർജിക്കാർ പ്രത്യേകവാദം ഉന്നയിക്കാത്തതിനാൽ ഇടപെടുന്നില്ല എന്ന് കോടതി അറിയിച്ചു. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനും ഹൈക്കോടതി അനുവാദം നൽകി. IT മിഷൻ വികസിപ്പിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും വ്യക്തിവിവരങ്ങൾ ചോർത്തിയെടുത്തതല്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ KM അനിൽകുമാർ, അധ്യാപകനായ റഷീദ് അഹമ്മദ് എന്നിവരാണ് സ്വകാര്യതാ ലംഘനവും ഡേറ്റ കൈമാറ്റവും ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയാണ് സന്ദേശങ്ങൾ അയക്കുന്നത് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഹൈക്കോടതി വിധി സർക്കാരിന് അനുകൂലമായതോടെ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഹൈക്കോടതി വ്യക്തമാക്കിയത് എന്താണെന്ന് നോക്കാം. ജീവനക്കാരുടെ അവകാശങ്ങൾക്കൊപ്പമുണ്ട് എന്ന് സർക്കാർ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് കോടതി ചോദിച്ചു. ജീവനക്കാരുടെ DA സന്ദേശത്തിൽ എന്താണ് നിയമവിരുദ്ധത എന്ന് കോടതിയുടെ ചോദ്യമുണ്ടായി. ക്ഷേമരാഷ്ട്രത്തിൽ ഭരണനിർവഹണം എളുപ്പമാക്കുന്നതിനാണ് സാങ്കേതിക വിദ്യ, അതാണ് ഉപയോഗിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്നല്ല, IT മിഷന്റെ അക്കൗണ്ടിൽ നിന്നാണ് സന്ദേശം അയച്ചത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി എന്നതിൽ തെളിവില്ല എന്ന് കോടതി പറയുന്നുണ്ട്. കേരള സർക്കാരിന്റെ പേരിൽ സന്ദേശം അയക്കുന്നതായിരുന്നു ഉചിതം എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതായിരുന്നു കൂടുതൽ ഉചിതം, മുഖ്യമന്ത്രിയുടെ പേരിലല്ല. ജീവനക്കാരുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കണം എന്ന് മുമ്പ് ഹൈക്കോടതി പറഞ്ഞിരുന്നു. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയുണ്ട് എന്ന ചോദ്യവും ഹൈക്കോടതി ഇതിന്റെ തുടക്കത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. പ്രഥമ ദൃഷ്ട്യാ വിവരങ്ങൾ ചോർത്തിയെന്നാണ് മനസ്സിലാകുന്നതെന്ന് മുമ്പ് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ആരോപണം ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്, സർക്കാർ വിശദീകരണം നൽകണം എന്നും കോടതി നേരത്തെ വിശദീകരണം തേടിക്കൊണ്ട് പറഞ്ഞിരുന്നു. സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താനായി സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. ക്ഷേമ പദ്ധതികൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് പരിശോധിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം സർവേകളെക്കുറിച്ച് പറയുന്നത് കോടതിയെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ആ സമയത്ത് കോടതി നിരീക്ഷിച്ചിരുന്നു. പദ്ധതികൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം പരിശോധനകൾ നടത്താമെന്നും കോടതി പറഞ്ഞു. ഭരണപരമായ കാര്യങ്ങളിൽ ഹൈക്കോടതി അനാവശ്യമായി ഇടപെടരുത് എന്ന വിമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നേരത്തെ വന്നിരുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ്മാല ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് നേരത്തെ പരിഗണിച്ചത്. ഇതാണ് ഹർഷ, ഇതിപ്പോൾ അന്ന് RDXൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്. അതായത് ഒരു നിലക്കും നിൽക്കാൻ പോകുന്ന കാര്യമല്ല ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലൊക്കെ വലിയ അഴിമതിയാണ് എന്നാണ് പറഞ്ഞത്. അതങ്ങനെയല്ല എന്ന് നമ്മൾ അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ കോടതി ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നവകേരള സർവേയും ഇപ്പോൾ ഇതും. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നിൽക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന ഈ തെറ്റായ നിലപാടുകൾ കൊണ്ട് അവർക്ക് തിരിച്ചടിയും കോൺഗ്രസിന് സർക്കാരിന് വലിയ ഗുണകരമായ സാഹചര്യവും വന്നിരിക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായും. അതിനു മുമ്പ് ഈ ആളുകൾ പറഞ്ഞ എന്താണെന്ന് നോക്കുക. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സന്ദേശം അയച്ചുവെന്ന് സംബന്ധിച്ച കോടതി സ്വകാര്യതാ ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ എന്നായിരുന്നു VD സതീശന്റെ ചോദ്യം. നല്ല ഭരണമാണോ എന്ന് ജനങ്ങളുടെ കോടതി തീരുമാനിക്കുമെന്നായിരുന്നു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയിട്ടുണ്ട്, അതാ ഞങ്ങളുടെ കേസ്. അതാണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ അതിൻ്റെ മീതെ പോവും. അതിൻ്റെ മീതെയും കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി വിധിയുണ്ട്. ഞങ്ങൾ ഈ വിധിയിൽ സംതൃപ്തരല്ല. അല്ല, തെളിവ് കൊടുത്തിട്ടുണ്ടല്ലേ. ഇപ്പം വിശദമായ വാദം കേട്ടിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാണ് പറയുന്നത്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അത് കോടതിയല്ലോ തീരുമാനിക്കുന്നത്. കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഇടത് മന്ത്രിമാരുടെ പ്രതികരണം. കോടതിയിൽ നിന്ന് ഇത്രയധികം തിരിച്ചടി നേരിട്ട ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. സർക്കാരിനുള്ള അംഗീകാരമാണ് മുഖ്യമന്ത്രിയുടെ DA സന്ദേശത്തിൽ കോടതിയുടെ വിധി. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സന്ദേശങ്ങൾ അയക്കുന്നതിനെതിരെ ചെന്നിത്തല കോടതിയിൽ പോകാമെന്ന് പറയാത്തതെന്നും P. രാജീവ് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു വിധി വാങ്ങി തന്നതിൽ പ്രതിപക്ഷത്തോട് നന്ദിയുണ്ട് എന്ന് മന്ത്രി MP രാജേഷും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെതിരെയായിട്ടാണ് പോയതെങ്കിലും ഗവൺമെൻറ്റിനുള്ള അംഗീകാരമാണ് ഈ വിധി നൽകിയിട്ടുള്ളത്. ഗുഡ് ഗവേണൻസ് ഇങ്ങനെയായിരിക്കണം.
നുണകൾ തുടർച്ചയായി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിൽ പ്രതിപക്ഷം ശ്രമിച്ചത്. അതെല്ലാം തുറന്നു കാട്ടുന്ന വിധികളാണ് കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിൻ്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അവരോട് അതിയായ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. കാരണം അവർ പോയില്ലായിരുന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നാട്ടുകാർ മുഴുവൻ അറിയില്ലായിരുന്നല്ലോ. ഇതാണ് സ്ഥിതി ഹർഷ. അതായത് MP രാജേഷ് പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. അതായത് ഇവരിങ്ങനെ കേസുമായിട്ട് കോടതിയിൽ പോയതുകൊണ്ട് സർക്കാരിനൊരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടി. അതെ, അതായത് സാധാരണ ഇതിനകത്ത് ആലോചിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് ഈ റൂട്ടീൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ, സാധാരണ ഇതുമായി ഇപ്പോൾ സാലറി, പെൻഷൻ അപ്ഡേറ്റ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ മെസ്സേജുകളായി ജീവനക്കാർക്ക് കിട്ടുന്നുണ്ട്. അതിനു മുമ്പ് കോവിഡിൻ്റെ സമയത്ത് നിരന്തരം അപ്ഡേറ്റ്സ് ലഭിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ജീവനക്കാരുടെ നമ്പറുകളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ DA കുടിശ്ശിക കൊടുത്തു തീർത്തു എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു മെസ്സേജായി എത്തി എന്നുള്ളതാണ് പ്രശ്നം. അത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അതൊരു പ്രൊപ്പഗാൻഡയാണ് എന്ന് ഇവർ കരുതുന്നു. അപ്പോൾ ഈ ശമ്പളം കൊടുക്കുന്ന മെസ്സേജസ് എത്തുന്നത് പോലെ, പെൻഷൻ എത്തുന്നത് പോലെ ഒരു മെസ്സേജ് അതിനപ്പുറത്ത് ഇതിലധികമായുള്ളത് മുഖ്യമന്ത്രി കൊടുത്തു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന മെസ്സേജാണ് എന്നുള്ളതാണ്. കോടതിയും പറയുന്നത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി സർക്കാരിൻ്റെ പേരിലായിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളതാണ് കോടതിയും പറയുന്നത്. പക്ഷേ ഇത് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിങ്ങനെ ഒരു കുടിശ്ശിക കിടക്കുന്നു, അത് നിരന്തരം പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അത് ഒരു ആവശ്യമായി പലതരത്തിൽ രാഷ്ട്രീയ ആവശ്യമായി തന്നെ അത് സർക്കാരിന് മുന്നിൽ തന്ന വിഷയമാണ്. ഒരു തീരുമാനം ആ വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നു, അത് ജീവനക്കാർക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു. അത് അറിയിക്കാം എന്ന് തീരുമാനിക്കുന്നത് 2 ബുദ്ധിയുണ്ട് അതിനകത്ത്. ഒന്ന്, പ്രതിപക്ഷം ആലോചിക്കുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രീയ ബുദ്ധി അതിനകത്ത് ഉണ്ടാകും. അതിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോടതിയിൽ പോയി നേടാൻ കഴിയുന്ന ഒരു വിഷയമായി ആ സമയത്ത് നമുക്കത് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ നമുക്ക് കാണാനാകൂ. ഇപ്പോൾ ഡാറ്റ ചോർച്ച എന്നത് പറയുമ്പോഴാണ് അത് പ്രശ്നം. ഈ ആരോപണം ഇവർക്ക് ഉന്നയിക്കാം. ഇത് എന്നിട്ട് മെസ്സേജ് അയച്ചത് ഇതുപോലൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ്, എന്നിട്ട് ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കാം. വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സമരം നടത്താം. ഇതൊക്കെ ചെയ്യാം. കോടതിയിൽ പോയി ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. എന്താണ്? ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്വഭാവം തന്നെ അതിന് കൽപ്പിക്കാൻ പറ്റൂ. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ സ്കീമുകളിലും കേന്ദ്ര സർക്കാരിൻ്റെതായി വിവിധ തരത്തിൽ പൗരന്മാർക്കടക്കം ഇപ്പം ജീവനക്കാർക്ക് കൊടുക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായ കാര്യമല്ലേ. അവരുടെ എല്ലാ നമ്പരും അവരുടെ ഡേറ്റയും സർക്കാരിൻ്റെ കയ്യിലല്ലേ. അവരോട് സർക്കാരിന് പറയാനുള്ള കാര്യം ആ മട്ടിലല്ലേ പറയുന്നത്. അന്ന് സനീഷ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ സ്ഥാപനത്തിലുള്ള മുഴുവൻ ജീവനക്കാരോട് ഒരു വിവരം അറിയിക്കണമെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒറ്റയടിക്ക് കാര്യം പറഞ്ഞ് അവരെ അറിയിക്കുക എന്നുള്ളതല്ലേ ഇവിടെ സാധാരണ ചെയ്യുന്ന കാര്യം. അതുപോലെയല്ലേ എല്ലാ സ്ഥാപനത്തിലും. ഇതല്ലേ പുതിയ കമ്മ്യൂണിക്കേഷൻ മാർഗ്ഗങ്ങൾ. ആ പുതിയ കമ്മ്യൂണിക്കേഷൻ ശീലങ്ങൾ ആ രീതിയിലല്ലേ കൊണ്ടുവരേണ്ടത് ഗവേണൻസിലും. അപ്പോൾ അതവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം അതിനെ ആ മട്ടിൽ വിലയിരുത്താൻ. പക്ഷേ അല്ലാത്ത വിഷയങ്ങളിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാൻ സർക്കാർ. ഞാൻ ഇന്നലെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ അവിടെ ഇടുക്കിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എനിക്കൊരു കോൾ വരികയാണ്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വോയിസ് മെസ്സേജാണ്. അതായത് DMKയുടെ പരിപാടി, സ്റ്റാലിൻ പങ്കെടുക്കുന്ന പരിപാടി എവിടെയോ നടക്കുന്നു, ഞാനതിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ട് വന്ന കോളാണത്. ഇതുപോലെ ഈ സമയത്ത് എങ്ങനെയാണ് എൻ്റെ നമ്പറിലേക്ക് അങ്ങനെ ഒരു കോൾ വരിക എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ സന്ദേശങ്ങൾ എത്തുന്ന ഒരു രാജ്യത്ത്, ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മളുടെ എല്ലാ ഫോൺ നമ്പറുകൾ വ്യാപകമായിട്ട് ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ സാധനം മേടിക്കുന്നതിന് എന്തിനാണ് നമ്മുടെ ഫോൺ നമ്പർ അവർക്ക്? ന്യായമല്ലേ? പക്ഷേ ഏത് കടയിൽ പോയി സാധനം മേടിച്ചാലും ആദ്യം അവർ ചോദിക്കുന്നത് നമ്പർ. ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് സംശയമൊന്നുമില്ല. ഈ ഡാറ്റയിൽ നിന്നാണ്, ഈ ഡാറ്റ വെച്ചിട്ടാണ് ബാക്കിയുള്ള മുഴുവൻ കമ്മ്യൂണിക്കേഷനും അവർ നടത്തുന്നത്. ഇവരെടുക്കുന്ന ഡാറ്റ ആർക്കൊക്കെ പോകുന്നില്ലെന്ന് ആര് കണ്ടു? ഇവരെടുക്കുന്ന ഡാറ്റ ആർക്കൊക്കെ പോകുന്നില്ല. നമ്മളുടെ പർച്ചേസിങ്ങിൻ്റെ സ്വഭാവം എന്താണ്? നമുക്ക് പോയിന്റുകളൊക്കെ കിട്ടും. 10 തവണ ഒരു കടയിൽ നിന്ന് ജീൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ കുറവ് ചെയ്ത് കിട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെറുതെ എങ്ങനെയൊന്നും കുറവൊന്നും ചെയ്ത് കിട്ടത്തില്ല. നമ്മളെ വിറ്റിട്ടാണ് നമുക്ക് ഈ കുറവ് തരുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യം. ഈ ഡാറ്റ ഈ മട്ടിൽ എവിടെ ലഭ്യമാണ്? ഇപ്പോൾ നമ്മളിതിനു മുമ്പ് വാർത്തകൾ പലതും വന്നതല്ലേ. ഇവിടെയുള്ള ആളുകളുടെ ഇത്ര പ്രദേശത്തുള്ള ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ നമ്പർ തരാൻ പറഞ്ഞാൽ കിട്ടുന്ന സ്ഥലമാണിത്. അത് വാർത്തകൾ തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കൗതുകകരമായ കാഴ്ച നമുക്കറിയാം. കേരളത്തിൽ മുട്ടിന് ഈ മെഡിക്കൽ സ്റ്റോറുകൾ പുതിയ രൂപത്തിൽ ഈ കോവിഡിന് ശേഷം മുളച്ചു പൊന്തിയല്ലോ. എവിടുന്നാണ് ഈ ഓരോ ലൊക്കേഷൻ എങ്ങനെയാണ് ഇവർ കണ്ടെത്തുന്നത്? പല മെഡിക്കൽ സ്റ്റോറുകളും ഈ സ്ഥലത്തൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയാൽ ഇവിടെ മരുന്ന് കച്ചവടത്തിന് സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല അവരറിയുന്നത്. ആ പ്രദേശത്തുള്ള ആളുകളുടെ രോഗത്തിൻ്റെ സ്വഭാവം അടക്കമുള്ള ഡാറ്റ ഈ രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതാണ്. വാർത്തകൾ വന്നിട്ടുണ്ട്.
അങ്ങ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ ആ രീതിയിൽ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുന്നതിനകത്ത് പോലും ഇത്തരത്തിലുള്ള ഡേറ്റ എടുത്തിട്ടുള്ള നടക്കുന്നുണ്ട് എന്നുള്ളത്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന വലിയ ഡാറ്റ ചോർച്ചയും യാഥാർത്ഥ്യവും. അപ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു SMS അയച്ചു എന്നുള്ളത് വലിയ ഡാറ്റ ചോർച്ചയായിട്ട് പറയുന്നത്. ഇതൊക്കെ അത് വളരെ പരിഹാസ്യമായ ഒരു വാദമായിരുന്നു. ആ വാദം നിലനിൽക്കുന്നതായിരുന്നില്ല. ഇത് കോടതിയിൽ പോയിട്ട് ഒരാവശ്യമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ പറഞ്ഞതുപോലെ MP രാജേഷും P രാജീവും ഒക്കെ പറഞ്ഞതുപോലെ സർക്കാരിനിപ്പം മേനി പറയാനുള്ള ഒരു അവകാശം കോടതിയിൽ പോയി പ്രതിപക്ഷം മേടിച്ചു കൊടുത്തിരിക്കുക. കാരണം ഇപ്പോൾ സർക്കാരിന് പറയാമല്ലോ, ഇത് ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കോടതി പോലും അനുകൂലിച്ചില്ലേ? ഇതിനി എത്ര വേണമെങ്കിലും പറഞ്ഞോ. മാത്രമല്ല, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സുപ്രീം കോടതിയിൽ പോയി ഇതിനകത്തുനിന്നൊരു അനുകൂല അല്ലെ ഡിവിഷൻ ബെഞ്ചിൽ പോയി അനുകൂല വിധി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിനകത്തും ഒരു തമാശയുണ്ട്. കാരണം അവിടെയെല്ലാം ഈ കാര്യങ്ങളിന്മേലുള്ള ചർച്ചകളാണ് ഉണ്ടാവുക. ഈ ചർച്ചകളിൽ ഇനി എന്ത് സംഭവിച്ചാലും ഇത് ഇത്രയും ലളിതമായ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനാവും. ഇങ്ങനെയൊരു ഇത് സത്യത്തിലൊരു പുകില് പിടിക്കുകയായിരുന്നു. സമരങ്ങൾ നടത്താമായിരുന്നു, രാഷ്ട്രീയമായി ഇത് ഒരു വിഷയമായി അവതരിപ്പിക്കാമായിരുന്നു. കോടതിയിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് അബദ്ധമായി പോയി തന്നെ തോന്നുന്നു. അതാണ്, കോടതിയിൽ പോയത് മാത്രമല്ല, ഇത് വളരെ വലിയ ഇഷ്യൂ ആയിട്ട് നേതാക്കളെല്ലാം കൂടെ പറഞ്ഞു. ഇതിനകത്ത് അതായത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട്, ഹർഷൻ ഇപ്പോൾ പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉന്നയിക്കാം. ഇത് മാത്രമല്ല, ഇപ്പോൾ നവകേരള സർവേക്കകത്ത് ഇതുപോലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാനത് അക്കാര്യത്തിൽ KSUവിനെ അഭിനന്ദിച്ച ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരം കയ്യിലുണ്ട് എന്നതുകൊണ്ട് ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടില്ല എന്നൊരു ചെറിയ സാങ്കേതികത്തിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നടന്നതിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് വലിയ സമരങ്ങൾ നടത്താം. പിന്നെ ഇവരിതാ ഇങ്ങനെ പ്രോപ്പഗണ്ട നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ സംവിധാനങ്ങളെ മെഷീനറി ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയാം. പക്ഷേ അത് കോടതിയിൽ ചെല്ലുകയും പിന്നെ ഈ KC വേണുഗോപാൽ പോലുള്ള നേതാക്കൾ ഇത് വലിയ അഴിമതിയാണ് എന്ന് പറയുക, ഡാറ്റ ചോർച്ച എന്ന ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു ഇഷ്യൂവിനെ ഇതോട് ചേർത്ത് വെക്കുക. ഡാറ്റ ചോർച്ച എന്ന് വെച്ചാൽ നമ്മൾ അന്നും ചോദിച്ചു, ഡാറ്റ ചോർച്ച എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മൾ ഈ ഡാറ്റ ഒരു സ്വകാര്യ കമ്പനിക്കോ മറ്റോ, ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആകെ നമ്പരും പേര് വിവരങ്ങളും അഡ്രസ്സും ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ പദവി തിരിച്ചിട്ടുള്ള ഡാറ്റ മൊത്തമായിട്ട് വല്ല പ്രൈവറ്റ് കമ്പനികൾക്കും മറ്റും കൊടുക്കുകയാണെങ്കിൽ അതൊരു ഡാറ്റ ചോർച്ചയും വലിയ അഴിമതിയും വലിയ കുഴപ്പമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ഇതിപ്പോൾ എന്ന് വെച്ചാൽ ആ ഫോൺ നമ്പർ, നമ്മുടെ കൈവശമുള്ള ഫോൺ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്നു എന്നത്, ഇപ്പോൾ ഹർഷൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചോളൂ, നമ്മൾ അന്ന് ചൂണ്ടിക്കാണിച്ചോളൂ, ഒരു സ്ഥാപനത്തിനകത്ത് ആ സ്ഥാപനത്തിലെ തലപ്പത്തുള്ള ആളുകൾ എല്ലാവരെയും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പോലും അല്ലാത്ത K സുധാകരൻ്റെ വോയിസ് എനിക്ക് മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും അത് അറിയാവുന്നതല്ലേ? എത്രയോ കോൺഗ്രസിൻ്റെയും BJPയുടെയും CPMൻ്റെയും ഒക്കെ നേതാക്കൾ ഈ ഫോൺ നമ്പറുകളിലൂടെ അവരുടെ സന്ദേശം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് മത്സരിക്കട്ടെ, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മെസ്സേജ് അയക്കുക എന്നത്, അതിനുവേണ്ടി ഫോൺ നമ്പറുകൾ ഉപയോഗിക്കുന്നത് പുതിയ കാലത്തിൻ്റെ ഒരു സാധാരണ സംഗതിയായിട്ട് മാറിയപ്പോൾ അതിനെടുത്തിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചടിച്ചാൽ അവർക്കാണ് ഗുണം ചെയ്യുക എന്ന രാഷ്ട്രീയ ബുദ്ധി ഇവർക്ക് കാണിക്കണമായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും വിചാരിക്കുന്നു, പക്ഷേ അതിനകത്ത് ഇവർ മാത്രമല്ല കുറ്റക്കാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF സർക്കാർ മാറിയിട്ട് UDF സർക്കാർ വരും എന്നായിരുന്നു പല മാധ്യമപ്രവർത്തകരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടല്ലോ ഹർഷന്? നമ്മൾ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇതൊരു രണ്ടാം ഭരണം വരാൻ വേണ്ടി പോവുകയാണെന്ന അന്തരീക്ഷമാണ് നാട്ടിലുള്ളതെന്ന് മുൻകൂറായി പ്രവചിച്ച ആളുകൾ നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും മറ്റേ മുന്തിരിയിൽ ഈന്തപ്പഴത്തിൽ സ്വർണം, കൈതോലപ്പായൽ സ്വർണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വർണ്ണ കഥകൾ അടിച്ചിറങ്ങി. ഈ കഥകളൊക്കെ വസ്തുതാപരമാണ് എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ ഇങ്ങനെ ദിവസം തോറും മണിക്കൂറുകൾ തോറും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ വളരെ ബുദ്ധിശക്തിയുള്ള നല്ല രാഷ്ട്രീയ ബുദ്ധിയുള്ള ഈ UDFൻ്റെ പ്രതിപക്ഷ നേതാക്കളടക്കം, പ്രധാനപ്പെട്ട നേതാക്കളടക്കം മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, ഇത് ശരിയായിരിക്കും എന്ന് കരുതിയിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ടാണ് കഴിഞ്ഞ തവണ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഞാൻ വിലയിരുത്തുന്നത് ഈ മാധ്യമങ്ങൾ ഈ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കുഴിച്ചെന്ന് ചാടിച്ചാണ് പല മാധ്യമങ്ങളും എന്നാണ്. ഇത് ഈ വിഷയത്തിൽ അതാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിലും അങ്ങനെയാണ്. അതായത് ഏറ്റവും ലളിതമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചാൽ പോലും മനസ്സിലാക്കാനാകുന്ന ഈ കാര്യം, അതായത് ഇതൊരു ഡാറ്റ ചോർച്ചയല്ല, ഇത് നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും അവർക്ക് അവകാശമുള്ളൊരു കാര്യം അവർ ചെയ്യുകയാണ്. പക്ഷേ അതിന് മുന്നിൽ രാഷ്ട്രീയ ലാക്കുണ്ട്, രാഷ്ട്രീയമായിട്ട് നേരിട്ടാൽ മതി എന്ന് പറയേണ്ടതിന് പകരം മാധ്യമങ്ങൾ പ്രചണ്ഡമായ പ്രചാരണം, മാധ്യമങ്ങൾ ചിലർ ഫ്രണ്ട് പേജിലൊക്കെ വമ്പനായിട്ട് വാർത്ത കൊടുക്കുകയാണ്. അതായത് കണ്ടില്ലേ ഇത്രയും വലിയ ഡാറ്റ ചോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണതി ഇങ്ങനെ ഉണ്ടായി. ഇതിപ്പോൾ അവർക്ക് തിരിച്ചടിയായി എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മളടക്കം കൊടുത്തത് സർക്കാരിന് ആശ്വാസം എന്നാണ്. സർക്കാരിന് ആശ്വാസമല്ല എന്ന് നമുക്കറിയാം, ആശ്വാസമല്ല, വമ്പൻ വിജയമാണ്. പക്ഷേ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൈകാര്യം ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലപ്പുറത്തേക്ക് പോയില്ല. പക്ഷേ ഇതാരുണ്ടാക്കിയതാണ്? ഇത് പ്രതിപക്ഷം ഉണ്ടാക്കിയാണ്. പ്രതിപക്ഷത്തിൻ്റെ സ്വയംകൃതാന അർത്ഥം കൊണ്ടാണ് ഇങ്ങനെ ഈ ഭരണപക്ഷത്തിന് ഒരു മേൽക്കൈ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രതിപക്ഷം എപ്പോഴും ഇത് ആലോചിക്കണം ഹർഷ. അതായത് പ്രതിപക്ഷം എപ്പോഴും ആലോചിക്കണം, അവർ ചെയ്യുന്ന ഈ കുഴപ്പങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിനാകെ തന്നെയും പ്രശ്നമുണ്ട്.
അപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ച് പറയേണ്ടി വരും അല്ലേ? മാധ്യമപ്രവർത്തകർക്ക് കാര്യം ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് മാധ്യമപ്രവർത്തകരുടെ കാര്യം എന്താണ്? സത്യമാണ്, വസ്തുതയാണ്. വസ്തുതകളിൽ ചെന്ന് തട്ടി വീഴുക, വസ്തുതകൾ ഇന്നതാണെന്ന് പറയുക. നമുക്ക് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പക്ഷം ഉണ്ടാവും. നമ്മൾക്ക് ഇന്നതാണ് നടക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ നമ്മളത് പറഞ്ഞാൽ ഇവരുടെ ആളുകൾക്ക്, നേതാക്കൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇവരുടെ ആളുകൾക്ക് അയ്യോ ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും കയറി എന്നിട്ട് ഇവനിങ്ങനെ പറയാണല്ലോ, ഇവൻ ഈ സർക്കാരിനെ വെളുപ്പിക്കുകയാണല്ലോ, ഇവർ എല്ലാ ദിവസവും ഞങ്ങളെ കയറി ചീത്ത വിളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പറ്റിയിട്ട് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ പറയില്ലേ പുലഭ്യം വിളിച്ച് പറയാം. ഈ പറയുന്ന അങ്ങേയറ്റം എങ്ങനെയെങ്കിലും കള്ളം കൊണ്ട് ഇവനെ അങ്ങ് തീർത്ത് കളയാം, അല്ലെങ്കിൽ ഇവരെ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിക്കുകയാണ്. ഇവരുടെ MLA ആയിട്ട്, ഇവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരു കുഴപ്പം പിടിച്ച ആളെ കൊണ്ടുവന്ന് വെച്ചു. സംസ്ഥാനത്തിൻ്റെ ആകെ പ്രശ്നമായിട്ട് അയാൾ മാറി. അയാൾ കുഴപ്പക്കാരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരില്ലേ? മാധ്യമപ്രവർത്തകർക്ക് പറയേണ്ടി വരില്ലേ? ഞാനും ഹർഷനും അടക്കമുള്ള അല്ലെങ്കിൽ മറ്റൊരുപാട് മാധ്യമപ്രവർത്തകർ ഇയാൾ കുഴപ്പക്കാരനാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊപ്പം നിന്നിട്ട് അയ്യോ ഇവരെ അങ്ങനെ വിഷമിപ്പിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് വേണ്ടി ആനുകൂല്യമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അത് മിണ്ടാതിരിക്കാം. പക്ഷേ നമ്മൾ വസ്തുതാപരമായിട്ട് മാധ്യമപ്രവർത്തനം നടന്ന ആളുകൾക്ക് ഇത് തെറ്റാണ്, ഇയാൾ കുഴപ്പക്കാരനാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അത്ര അവസരങ്ങൾ അയാൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയും. അപ്പോൾ കള്ളമൊക്കെ പറഞ്ഞിട്ട് ഇവനെ അങ്ങ് തീർത്ത് കളയാം, അല്ലെ ഇവരെ അങ്ങോട്ട് മാധ്യമപ്രവർത്തകരെ ആകെ അങ്ങ് ക്ഷീണിപ്പിച്ച് കളയാം, ഈ മാപ്രകളാകെ തന്നെയും കുഴപ്പക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ എന്തിനാണ് അങ്ങനെ ഒരു കാലുഷ്യം ഉണ്ടാക്കുന്നത്? ഇവിടെ ആർക്കും അതിനെപ്പറ്റി ഭയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ മനസ്സിലാക്കേണ്ടത്, KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും പോലുള്ള നേതാക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കിൻ്റെ ബുദ്ധിമുട്ട് ഈ പൊതുസമൂഹത്തിനാകെ തന്നെയാണ്. കാരണം വ്യാജങ്ങൾ കൊണ്ടെങ്കിൽ നിറയാണ്. ഇവരെ കയറിയിട്ട് നമ്മളെങ്ങ് തീർത്തുകളെന്ന് പറഞ്ഞിട്ട് ഈ കള്ളങ്ങളും മറ്റുമായിട്ട് കൊണ്ടുകൊണ്ട് വരികയാണ്. ഇതിനൊന്നും ആളുകൾ വരണ്ടു പോകില്ല. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയുള്ളൂ കാര്യങ്ങൾ എന്ന് അവർ മനസ്സിലാക്കണം. കുറെ കൂടെ അവധാനതയോടുകൂടി, കുറെ കൂടെ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ 1-2 തവണ പിന്നെ പലപ്പോഴായിട്ട് രാഷ്ട്രീയം പറയാവുന്ന സാഹചര്യത്തിൽ പറഞ്ഞാണ്. അതായത് പ്രതിപക്ഷ നേതാക്കൾ കുറെ കൂടെ ഗൗരവത്തിലും കുറെ കൂടെ വിശദമായിട്ടും കാര്യങ്ങളെ പരിശോധിച്ചിട്ട് ഓവറാക്കാതെ, ഇപ്പോൾ വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഭരണപക്ഷത്തിന് CPM-നുണ്ടായ ക്ഷീണം എന്താ? അവർ ഓവറാക്കി. വീണ ജോർജിന് അവിടെ ആ വലിയ പ്രശ്നത്തിനിടയ്ക്ക് ഒരു പരിക്കുണ്ടായി. ആ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്, അത് ശരിയല്ലാത്ത കാര്യം ഈ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷേ ഗോവിന്ദ മാഷ് വന്നിട്ട് പറഞ്ഞു അതാ ഇടിച്ചില്ലേ, പിന്നെ വധശ്രമമല്ലേ നടത്തി, ഓവറാക്കിയാൽ എന്ത് പറ്റി? നാട്ടുകാരുടെ മുന്നിൽ മനസ്സിൽ പോയി. അപ്പോൾ ഇവിടെ ഓവറാക്കരുത്. നിങ്ങൾ ഈ കാര്യങ്ങളെ അവധാനതയോടെ ചെന്ന് കണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്ന് കോടതിയിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ നിങ്ങൾ പുറത്താക്കി നിർത്തിയിരിക്കുന്ന ആളുകളെ വായടച്ച് നിർത്താൻ പറയണം. ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ ഇമാതിരി വലിയ തോന്നിവാസങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെയെല്ലാം കാട്ടിയിട്ട് വന്നിട്ട് പിന്നെയും അയാൾ വന്ന് ഗീർമാണം നടത്താൻ വന്നു കഴിഞ്ഞാൽ ആഞ്ഞടിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ കയറിയിട്ട് ഇതാ ഇവൻ കണ്ടില്ല, ഇവനും അയാളെപ്പോലെ ഈ കേരളത്തിൽ ആരുമില്ല എന്താണ് അയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വിരട്ടി നിർത്താനൊന്നും പറ്റില്ലാത്ത കാര്യം അവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇത്തരം കുഴപ്പങ്ങളില്ലാതെ ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിട്ട് നല്ലൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ധാർമ്മികമായിട്ടും മറ്റുമൊക്കെ പോകാനുള്ള ഈ കോപ്പുകളാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായിട്ട് നിർത്തേണ്ടത്. അങ്ങനെ വന്നാൽ വസ്തുതാപരവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഒരു മാധ്യമത്തിനും അവരെ മാത്രമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇവർ മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്ക് ചില മാധ്യമങ്ങൾ ശരിക്കും നോട്ടീസ് പോലായി മാറും. ഒരു ഇലക്ഷൻ നോട്ടീസിൻ്റെ സ്വഭാവത്തിലേക്ക് ഇവർ മാറും. തെരഞ്ഞെടുപ്പ് കാലമല്ല, പല കാലങ്ങളിലും ആ രീതിയിൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അങ്ങനെ മാറിക്കഴിയുമ്പോൾ എന്താണ് പ്രതിപക്ഷം നേതാക്കന്മാർ അതിനേക്കാൾ ആവേശം കൊള്ളും. ഇത് കാരണം ഇതോടെ ഇവർ ഇത്രയും 1-ാം പേജിൽ ഇത്രയും വെണ്ടയ്ക്കാൻ പിന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു, പിന്നെ രക്ഷപ്പെട്ടു. മൂഡ് കൊണ്ടുവരുന്നതാണ് പ്രശ്നം. അവരതിലിങ്ങനെ അഭിരമിക്കും, വീഴും. അതാണ് പറ്റിയിരിക്കുന്നത്. അല്ല, മാധ്യമപ്രവർത്തകരൊക്കെ മുൻകൈ എടുത്ത് വളരെ സജീവമായി നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, വാഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1-ാം പിണറായി സർക്കാരിന് ശേഷം UDF ആണ് വരാൻ പോകുന്നത്. അതിനകത്ത് ആരൊക്കെയായിരിക്കും മന്ത്രി? ആ മാരുടെ വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും, ആ വകുപ്പുകളിൽ ആരൊക്കെ എവിടെയൊക്കെയാണ് പോകേണ്ടത് എന്ന് ചർച്ച നടന്നിരുന്ന കാലത്താണ്. അതിലേക്ക് അവരെത്തിച്ച നല്ല രാഷ്ട്രീയ ബുദ്ധിയുള്ള ഇത്രയും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനമാണ് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിൻ്റെ വലുപ്പം, ഓരോ സംഭവങ്ങളുടെയും വലുപ്പം. ഒറ്റ കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. അങ്ങനെ അതിൽ വീണുപോയത് കൊണ്ട് ഉണ്ടായ ഒരു ദുരന്തമാണ് യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റ്, ഇപ്പം പുറത്തിരിക്കുന്ന പ്രസിഡന്റ്. കാരണം എന്താ വെച്ചാൽ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പിന്നെ അവർക്ക് വേണ്ടി പ്രതിരോധിക്കാൻ അരമുറുക്കി ഇറങ്ങിയ ആളാണ് ഈ പറയുന്ന കക്ഷി. അതിന്റെ ബാക്കിയാണ് ആ പ്രസ്ഥാനം പിന്നീട് അനുഭവിച്ച ദുരന്തം. ഒരു തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി ഇത്രയും വലിയ പടുകുഴിയിലേക്ക് ചെന്ന് പതിക്കുന്ന തരത്തിലേക്ക് ആ സംവിധാനത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചതിൽ ഒന്നാമൻ അതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് ഇന്നലെ ജെബി മേത്തർ ഇന്ന് രാവിലെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ നേതാവല്ല എന്നുള്ള മട്ടിൽ സംസാരിച്ചു. അയാൾ പറഞ്ഞതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു.
ഈ പ്രശ്നം ഒന്ന് ഒതുങ്ങാൻ, അതായത് താഴേക്ക് പോകാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നില്ല. അയാളുടെ ചുറ്റുപാട് നിൽക്കുന്ന കുറേ ആളുകൾ സമ്മതിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ഇപ്പോൾ ഇതിനകത്ത് ഇത്രമേൽ കുഴപ്പം പിടിച്ചുകൊണ്ടും ആളുകൾക്കെല്ലാം മനസ്സിലായതുകൊണ്ടും ഭരണപക്ഷം അതിനകത്ത് പിടിക്കുന്നില്ല. ആരെങ്കിലുമായിട്ട് അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴല്ലാതെ അതിനകത്തേക്ക് ആളുകളുടെ ശ്രദ്ധ പോയി ആ കേസ് അങ്ങോട്ടേക്ക് മാറി. അത് അതിൻ്റെ നിയമപരമായിട്ടുള്ള വഴികളിലൂടെ നടക്കുകയാണ്. പക്ഷേ അതെപ്പോഴും ലൈം ലൈറ്റിൽ നിർത്താനായിട്ടാണ് ഈ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നിർത്തിയിട്ട് അയാൾക്ക് രക്ഷപ്പെട്ടു വരണമെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അയാളുടെ കൂടെയുള്ള ആൾക്ക് ഇയാളെ രക്ഷപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ തവണ ഈ തരം പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോഴും ഇവർക്കാണ് ക്ഷീണം വരുന്നത്, ഈ ടീമിനാകെയാണ് ക്ഷീണം പറ്റുന്നതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ പോലും അതാണ്. ഈ സംഭവം ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കോടതിയിലേക്ക് പോകാതെ ഇവരേതിനും സമരവുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രശ്നമായേനെ. പക്ഷേ അവർക്കത് ആ രാഷ്ട്രീയ സംഗതി മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇവർക്കൊരു നെഗറ്റീവ് മാർക്ക് വീണു എന്ന് മാത്രമല്ല, സർക്കാരിനൊരു പോസിറ്റീവ് മാർക്ക് ഇവർ തളികയിൽ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന സാഹചര്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. വല്ലാതെ പറയേണ്ട, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. സംസ്ഥാന സർക്കാരിൻ്റേത് ഗുഡ് ഗവേണൻസ് അഥവാ നല്ല ഭരണനിർവഹണം ആണെന്ന് കോടതി തന്നെ സാക്ഷ്യപ്പെടുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. ഏതാണ്ട് ഇതിൻ്റെ തനിയാവർത്തനമായിരുന്നു നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതിയും വ്യക്തമാക്കിയത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രതിപക്ഷ വ്യവഹാരങ്ങൾ കോടതികളിൽ തുടർച്ചയായി തിരിച്ചടി നേരിടുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കെ ഉൾക്കണമില്ലാത്ത ആരോപണങ്ങളുമായി വ്യവഹാരത്തിന് പോയി ഇമ്മട്ടിൽ തുടരെ പണിവാങ്ങുന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജിക് എററാണ് എന്നതിൽ RDXന് സംശയമേയില്ല. അപ്പീൽ നൽകി മുഖം രക്ഷിക്കാനാകും പ്രതിപക്ഷ ശ്രമം. പക്ഷേ ഇതേ വേളയിൽ തന്നെ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും സന്ദേശങ്ങൾ പതിവായി ഫോണിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ആർക്കും ഡാറ്റ ചോർച്ച ആരോപിക്കാൻ തോന്നാത്തത് എന്നും RDX ആലോചിക്കുന്നുണ്ട്.